മുടിവെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് അടൂരിലെ സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്തു നിർത്തിയത്. മുടിവെട്ടിയത് സ്കൂളിന്റെ അച്ചടക്കത്തിന് ചേർന്നതല്ല എന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇന്നത്തെ യുവതലമുറയും ജനങ്ങളും ഇതിനോട് യോജിക്കുന്നുണ്ടോ? നമുക്കിതേപ്പറ്റി അവരോട് തന്നെ ചോദിക്കാം. യോജിക്കുന്നുണ്ട്. ഉണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് അച്ചടക്കമല്ലേ ഏറ്റവും വലുത്. സ്കൂളിൽ മര്യാദയ്ക്ക് ഹെയർ സ്റ്റൈല് അത് ഒരു പ്രായം കഴിഞ്ഞാൽ എങ്ങനെ. ഇപ്പോഴത്തെ രീതിയിൽ കുട്ടികൾ ന്യൂജനല്ലേ, പല രീതിയിൽ ഫാഷനായിട്ടാണ് പോകുന്നത്. പക്ഷേ ആ ഫാഷനോടൊന്നും എനിക്ക് അത്രയല്ല. കുട്ടികൾ മര്യാദയ്ക്ക് സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, അച്ചടക്കം പാലിക്കുക, ബഹുമാനിക്കുക, ആദരവ് കാണിക്കുക, സഹജീവികളോട് നല്ല രീതിയിൽ പെരുമാറുക. ഇതാണ്. ഞാനും ഒരു അധ്യാപികയാണ് ആയിരുന്നു ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിലെ രാസവിദ്യാലയം. ഇപ്പോൾ ഞാൻ കുറച്ച് നാളുകൊണ്ട് പോകുന്നില്ല. അപ്പം കുട്ടികൾ അങ്ങനെ വരുന്നത് തന്നെയാണ് നല്ലതെന്ന് തന്നെയാണ് അഭിപ്രായം. ഇത് നീറ്റായിട്ട് വരിക. ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് 2 കൊമ്പിൽ തലയിൽ കെട്ടി റിബണൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള സ്കൂളുകൾ ഉണ്ട്. തീർച്ചയായിട്ടും നല്ലത് തന്നെ എന്നാണ് അഭിപ്രായം. നമ്മൾ എങ്ങനെ മുടി വളർത്തുന്നു എന്നുള്ളത് നമ്മളെ സ്വഭാവമായിട്ട് ഒരു ബന്ധമില്ല. ഇല്ല, നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠിച്ചിട്ട് വരുന്നു. പഠിക്കാൻ പോകുന്നു, പഠിച്ചിട്ട് വരുന്നു. അപ്പോൾ മുടി വെട്ടിയില്ല എന്ന് വെച്ച് സ്കൂളിൽ പുറത്താക്കുന്ന ഒട്ടും ശരിയല്ല. ഇല്ല. എന്തുകൊണ്ടാ? അവരവരിഷ്ടമല്ലേ. ഒരിക്കലും യോജിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ചോയ്സ് എന്ന് പറയുന്നത് പിള്ളേർ, ന്യൂ ജനറേഷൻ ആണല്ലോ. അവരെല്ലാ അഭ്യാസങ്ങളും കാണിക്കും. ഇവിടെ ഒരുപാട് അഭ്യാസങ്ങൾ കാണുന്നവനാണ് ഞാൻ. സ്ഥിരം എത്രയോ വർഷം കൊണ്ട് കാണുന്നു. അങ്ങനെ പേഴ്സണലി അതിനോടൊരു യോജിപ്പുണ്ടോ? ഇങ്ങനെ ഈ സ്ട്രിക്റ്റ് ആയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രായത്തിന് യോജിപ്പല്ല. പക്ഷേ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഈ പോകുന്നതനുസരിച്ച് യോജിച്ചേ പറ്റൂ. ഒരുപാട് പ്രായമായ തള്ളമാർ പലതും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവർ പോകുന്ന കാര്യമായി പറയുന്നത് തോളി കൈയിട്ടുണ്ട് പോവുക, മനസ്സിലല്ലേ? അങ്ങനെ പല രീതിയിലും അവരുടെ വേഷവിധാനത്തിനെ കൊണ്ട് അമ്മമാരായി പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇതെല്ലാം ഇവിടെ ഇരുന്ന് കേൾക്കുന്നവനാവല്ല. എന്തുകൊണ്ടാ? നല്ല സ്കൂളിൽ അങ്ങനെയൊക്കെ വേണം എങ്കിലും നല്ല രീതിയിൽ പോകൂ എന്നുള്ള അഭിപ്രായമാണ്. 100% മൊത്തം ആള് ഇന്ത്യ മുഴുവനായിട്ട് ഇങ്ങനെ വരണമെന്നാണ് പറയുന്നത്. ഒരേ യൂണിറ്റി. നമ്മൾ ഒരു ഇന്ത്യക്കാർ എല്ലാ കുട്ടികളും ഒരുപോലെ വളർന്നില്ല. എല്ലാവർക്കും ഒരേ മനസ്സായിരുന്നു, ഒരേ ഫാഷൻ, ഒരേ ഡ്രസ്സ്, ഒരേ യൂണിറ്റി, ഒരേ കളർ. പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും അങ്ങനെ നന്നായിരിക്കും എന്നാണ് എൻ്റെ. ഇല്ല, ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ഗവൺമെൻറ് ഭരണഘടന അനുസരിച്ച് നമുക്ക് തരണം. അതനുസരിച്ച് ജീവിക്കാൻ എല്ലാവരെയും അനുവദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും യോജിക്കുന്നില്ല. അത് അവരുടെ അവകാശമാണ്, അവരവരുടെ ഇഷ്ടമാണ്. സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ അവർ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പേഴ്സണലി ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ പ്രായത്തിൽ കൂടുതലായിട്ടും നമുക്ക് അത് ആ ഹെയർ സ്റ്റൈലിൽ നടക്കണമെന്ന് താല്പര്യം ഉണ്ടാവും. അതുപോലെ അവർ വെട്ടുന്നു. മുടി വെട്ടണോണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കണമില്ലല്ലോ. അത് വെട്ടിക്കൊണ്ട് കിടക്കണതിൽ എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാ? ഓരോരുത്തർക്കും ഓരോരുടെ ഇഷ്ടങ്ങളില്ല. അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അവർക്ക് അങ്ങനെയൊക്കെ മാറ്റാനൊന്നും പറ്റത്തില്ല. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പഠനത്തിന് പ്രാധാന്യം കൊടുത്താൽ മതി എന്നാണോ പറയുന്നത്? ഇല്ല, പഠനത്തോടൊപ്പം മറ്റുള്ള കാര്യങ്ങളോട് നോക്കണം. ഡ്രസ് കോഡ് അങ്ങനത്തെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ സ്കൂളിൽ അങ്ങനെ നിയമങ്ങൾ കർശനമാക്കണം നിർബന്ധം പറയുന്നതിനോട് യോജിപ്പുണ്ടോ? യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടെന്നുള്ള മറുപടി നമുക്ക് കിട്ടുന്നില്ല. അവരുടേതായ ഒരു സ്കൂളിന് മാനേജ്മെന്റിന് ഓരോ ഇതുണ്ടല്ലോ. ആ അടിസ്ഥാനത്തിലല്ലേ സ്കൂളിൽ പോകത്തുള്ളൂ. അവരുടെ ആ ഒരു ഇതനുസരിച്ചല്ലേ മുമ്പോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ. അത് ചില മാപ്പിളിച്ച് സ്കൂളാണെങ്കിൽ അവർക്ക് അച്ചടക്കം ഉള്ളൊരു സ്കൂളാണെങ്കിൽ അവർ ബുർക്കയിലിട്ട് വിദ്യാർത്ഥികളെ അവർ സമർപ്പിക്കുന്നത് വെച്ചാൽ അവർക്ക് അച്ചടക്കമാണ്. അതിന് വേണ്ടിയിട്ടാണ്, അച്ചടക്കത്തിന് വേണ്ടി. അങ്ങനെ തന്നെ വേണമെന്ന് ഇപ്പം നിർബന്ധം പിടിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? വെച്ചാൽ നമ്മളെ സ്ത്രീയുടെ അച്ചടക്കമല്ലേ. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ മറ്റുള്ള ശരീരങ്ങൾ കാണിച്ചു കിടക്കുക അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ പൊത്തി നടക്കണം. ഇപ്പോഴത്തെ ഓരോ ആൾക്കാരെ എവിടെയെല്ലാം പോയി മർദ്ദിക്കുന്നു, അവരൊരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു. ആ ഒരു കുറ്റബോധത്തിലാണ് സ്ത്രീകളോട് നല്ല അച്ചടക്കത്തിൽ പോകാൻ. അല്ല, ഇപ്പൊ ഒരു ആൺകുട്ടിയോടാണ് ഇങ്ങനെ രീതിയിൽ മുടി വെട്ടാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം അത് ഏത് ജാതിയെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റും. ജാതിയല്ല ആൻറ്റി, ഇപ്പം എല്ലാവരും ഈ രീതിയിൽ മാത്രമേ മുടി വെട്ടാൻ പാടുള്ളൂ, ഇന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ. നമ്മളിപ്പോൾ സ്കൂളിൽ എന്ന് പറയുമ്പോൾ ഇൻ ചെയ്തിടണം നിർബന്ധമാക്കുന്ന ചില സ്കൂളുകളുണ്ട്.
അപ്പൊ നിർബന്ധം പിടിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ അത് മാത്രമേ ഒരാളെ ചെയ്യാവൂ? സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഒരാൾ ഉള്ള ഡ്രസ്സുകൾ ഇട്ട് നടക്കുന്നു. അപ്പോൾ പറയാൻ പറ്റും എല്ലാ കുട്ടികൾക്കും പണം ഉണ്ടാകണമെന്നില്ല. അവരുടെ ഒരു രീതിയിൽ അവർ നടക്കുന്നു. നമ്മളൊരു സമതുല്യതമായിട്ട് പോകാൻ വേണ്ടി യൂണിഫോം എന്ന ഒരു ഇതുണ്ട് സ്കൂളുകളിൽ. പ്രൈവറ്റ് വൽക്കരണം വന്നതിന് ശേഷം പിന്നീട് ഗവൺമെൻറ് സ്കൂളുകളിലും അത് സ്വായത്തമാക്കിയിട്ടുണ്ട്. പിന്നെ അവർ ഒരാഴ്ചയിൽ ഒരു ഫ്രീ വസ്ത്രം ധരിക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, കളർഫുള്ളായിട്ടുള്ളത്. ഒരു മിനിമം സ്റ്റാൻഡേർഡായിട്ട് പോകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അല്ലെ മുടി വെട്ടുന്നത് ഇന്ന രീതിയിൽ തന്നെ വെട്ടണമെന്നൊക്കെ പറയുമ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജനറേഷൻ്റെ ഒരു ഭാഗമായിട്ട് അവർ പല രീതിയിലും ചെയ്യാറുണ്ട്. അതൊരു വലിയ ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. അത് അതിന്റെ പേരിലൊക്കെ ക്ലാസ്സിൽ പുറത്ത് നിർത്തുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, അവരെ സ്വഭാവശുദ്ധി ശരിയാണോ എന്നുള്ളത് നോക്കുക. വസ്ത്രധാരണം നല്ലതാണ്. ഹെയർ സ്റ്റൈലൊക്കെ ഇന്ന് പുതിയ മാനദണ്ഡങ്ങളാണല്ലോ. അതുകൊണ്ട് അതിനോട് വലിയ കുഴപ്പമൊന്നുമില്ല അവർക്ക്. പിന്നെ ഒരു മിനിമം പ്രായത്തിനനുസരിച്ചുള്ള ഒരു സ്റ്റൈലൊക്കെ മതി, അത്രേ ഉള്ളൂ. ഓവറാവണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരുടെ ഇഷ്ടത്തിന് മുടി വെട്ടുന്നതിന് കുട്ടികളല്ലേ. നമ്മൾ സ്കൂളിൽ പോകുന്നതിന് പഠനത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ ഇന്ന രീതിയിൽ തന്നെ വരണമെന്ന് ഒരു നിർബന്ധം പിടിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, അതിനോട് യോജിക്കുന്നില്ല. ഇല്ല. നമുക്ക് മാന്യമായിട്ട് ഡ്രസ് ചെയ്ത് പോകുന്നതിനോട് യോജിക്കുന്നുണ്ട്, അല്ലാതെ തീരെ കടുംപിടുത്താൻ പാടില്ല. ഇപ്പൊ ഹെയർ സ്റ്റൈൽ ആയിരുന്നാലും അതെ, ഹെയർ സ്റ്റൈൽ ആയിരുന്നാലും ഇപ്പം ഓരോരുത്തർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ച് തീരെ ഓവറാവാൻ പാടില്ല. എന്നാലും അമിതമായിട്ട് നമ്മളെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനും പാടില്ല. നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിൽ കൈകടത്താൻ പാടില്ല. അതെ, ഓരോ സ്കൂളിനും ഓരോ ഡിസിപ്ലിനാണ്. അപ്പോൾ അത് വരുമ്പോൾ ഓരോ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ചാണ് സ്കൂളിൽ പോവേണ്ടത്. അത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനവും അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പാളിൻ്റെ ഡിസിപ്ലിനാണ് മെയിനായിട്ട് സ്കൂളിൽ ആ ഒരു നിബന്ധന വയ്ക്കുന്നത്. ഓരോ സ്കൂളിലും ഓരോ ഡിസിപ്ലിനാണ്. അങ്ങനെ വരുമ്പോൾ ചില സ്കൂളിൽ ഷൂ ഇട്ടുകൊണ്ടേ വരാൻ പാടുള്ളൂ, ഷൂ ഇടാതെ കറക്റ്റ് യൂണിഫോം ആയിരിക്കണം, ഇന്ത്യയിലേ വരാൻ പാടുള്ളൂ. പിന്നെ തലമുടി അനാവശ്യമായിട്ട് വളർത്താൻ പാടില്ല, അതിൽ ഹെയർ സ്റ്റൈലിൽ കളർ അടിക്കാൻ പാടില്ല. അത് ഓരോ സ്കൂളിൻ്റെ രീതിയാണ്, ഡിസിപ്ലിനാണ്, നിയമമാണ്. അപ്പോൾ അതനുസരിച്ച് സ്കൂളിൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ച് സ്കൂളിൽ പോകാൻ പാടുള്ളൂ. ഓരോ സ്കൂളിനും ഓരോ ഡിസിപ്ലിനാണ്. അതനുസരിച്ച് സ്കൂളിൽ പോകുമ്പോൾ പഠനത്തിനല്ലേ പ്രാധാന്യം പ്രാധാന്യമാണ്. അല്ല, എങ്കിലും സ്കൂളിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തലമുടി ഒരുപാട് വളർത്തിയിട്ട് നമ്മളെ ഇഷ്ടമനുസരിച്ച് ഉള്ള ഡ്രസ്സും ചെയ്ത് എല്ലാ സ്കൂളിലും അത് അംഗീകരിക്കത്തില്ല, അനുവദിക്കത്തില്ല. അതേ ഉള്ളൂ, അതാണ് പ്രധാനം. അത് അവരവരെ ഇഷ്ടമല്ലേ, അതുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നത്. മുടി വളർത്തുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. സ്കൂളുകൾ അങ്ങനെ നിർബന്ധം പിടിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, നമ്മുടെ സ്കൂളിൽ പഠനത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാലും അവന്റെ സ്വന്തം ഇഷ്ടവും കൂടെ നോക്കണ്ടേ, അവൻ ഇഷ്ടപ്പെട്ടാലേ പഠിക്കുള്ളൂ. അതിനൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ എങ്ങനെ നോക്കില്ല, ഞാൻ എല്ലാത്തിനും ഇരിക്കും. ഞാനിപ്പോ മുടി വളർത്താൻ ഞാനും മുടിയും വളർത്ത് പഠിത്തവും നോക്കാം, എന്നും രണ്ടും നോക്കും. അവന്റെ സ്വന്തം ഇഷ്ടമാണ് അത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിനോട് അങ്ങനെ യോജിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ സ്കൂളിൽ പോകുന്നത് പഠനത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ഒരു സ്കൂള് നിർബന്ധം പിടിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അല്ല, ഓരോ സ്കൂളിലും ഓരോ രീതി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളിലൊക്കെ അങ്ങനെ കാണും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പഠനത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലല്ലോ. അപ്പോൾ ആ സ്കൂളിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിരിക്കും, റൂൾസ് ഒക്കെ ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് നിൽക്കണമെന്നായിരിക്കും. പേഴ്സണലി താല്പര്യമുണ്ടോ ഇങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കണം? ഇല്ല, എനിക്കങ്ങനെ താല്പര്യമില്ല. ആ സ്കൂളിൻ്റെ ഇതനുസരിച്ചാണെങ്കിൽ നമ്മൾ നിയമം അനുസരിക്കണം. എൻ്റെ അഭിപ്രായത്തിലോ അതുപോലെ തന്നെയാണ്. അച്ചടക്കമല്ലേ. പക്ഷെ നമ്മളിപ്പോൾ സ്കൂളിൽ പഠനത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠനവും വേണം, അച്ചടക്കവും വേണം. അപ്പൊ അങ്ങനെ അവര് നിർബന്ധം പിടിക്കുന്നതിനോട് യോജിക്കുന്നുണ്ട്. യോജിക്കുന്നില്ല. നമ്മൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാനല്ലേ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അവര് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്കത് പറഞ്ഞല്ലേ പറ്റുള്ളൂ, ഓരോ സ്കൂളിലുള്ളതുകൊണ്ട്. പക്ഷെ പേഴ്സണലി യോജിപ്പുണ്ടോ അങ്ങനെ പറയുന്നതിനോട്? യോജിപ്പില്ല. ഇല്ല, അങ്ങനെയൊന്നും വേണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. വേണ്ടെന്നല്ല, എന്നാലും ഒരു ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് ഫ്രീഡം തരുന്ന രീതിയിലാണെങ്കിൽ ഓക്കെ. ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ചിന്തിച്ചോട്ടെ. ഓക്കെ. എൻ്റെ അഭിപ്രായത്തിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം ഒക്കെ ഉണ്ട്. മാന്യമായ ഡ്രസ്സായിരിക്കണം, മാന്യമായ രീതിയിൽ ഹെയർ സ്റ്റൈൽ കീപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ്.
പക്ഷെ നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്നതിന് പഠനത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കടുംപിടുത്തം പിടിക്കേണ്ട അതിനോട് കടുംപിടുത്തം പിടിക്കേണ്ട. ഈ വക ഇഷ്യൂസ് PTA-യുമായി ചേർന്ന് ഡിസ്കസ് ചെയ്ത് നല്ല പ്രോപ്പറായ റൂൾസ് എടുത്ത് നടപ്പിലാക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ശരി.